എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അനുഭവങ്ങളിലൂടെ ദൈവം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നാം ഒരിക്കലും മറക്കുകയില്ലല്ലോ. അപ്രകാരം എന്നെ പഠിപ്പിച്ച ഒരു വിഷയമാണ് സന്തോഷത്തോടെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ പങ്കുവെക്കുന്നത്. ഈ സന്ദേശം നിങ്ങൾക്കും നിങ്ങളുടെ അനേകർക്കും ഒരു അനുഗ്രഹമായി തീരട്ടെ. നമ്മുടെ പഠനത്തിന് ആധാരമായി 1 കൊരിന്ത്യർ 10 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്കായി വായിക്കാം. 1 കൊരിന്ത്യർ 1 മുതൽ 11 വരെ. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിൻ കീഴിൽ ആയിരുന്നു. എല്ലാവരും സമുദ്രത്തിലൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്ന് എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികൾ ആകാതിരിക്കേണ്ടതിന് തന്നെ. ജനം തിന്നുവാനും കുടിക്കുവാനും ഇരുന്നു, കളിക്കുവാൻ എഴുന്നേറ്റു എന്ന് എഴുതിയിരിക്കുന്ന പ്രകാരം അവരിൽ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹാരാധികൾ ആകരുത്. അവരിൽ ചിലർ പരസംഗം ചെയ്ത് ഒരു ദിവസത്തിൽ 23,000 പേർ വീണുപോയതുപോലെ നാം പരസംഗം ചെയ്യരുത്. അവരിൽ ചിലർ പരീക്ഷിച്ച് സർപ്പങ്ങളാൽ നശിച്ചുപോയതുപോലെ നാം കർത്താവിനെ പരീക്ഷിക്കരുത്. അവരിൽ ചിലർ പിറുപിറുത്ത് സംഹാരിയാൽ നശിച്ചുപോയതുപോലെ നിങ്ങൾ പിറുപിറുക്കുകയും അരുത്. ഇത് ദൃഷ്ടാന്തമായി അവർക്ക് സംഭവിച്ചു. ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധിയുപദേശത്തിനായി എഴുതിയുമിരിക്കുന്നു. ഈ അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് മിസ്രൈമിൽ നിന്നും പുറപ്പെട്ട ഇസ്രായേൽ മക്കളുടെ യാത്രയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് വ്യക്തമാണല്ലോ. അവരുടെ ആ യാത്രയിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതിനായി നമുക്കൊന്ന് ശ്രമിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മെ നടത്തട്ടെ. ഈജിപ്തിൽ ഇസ്രായേൽ മക്കൾ അനുഭവിച്ച പീഡനത്തിൻ്റെ വിവരണത്തോടെയാണ് പഴയ നിയമത്തിലെ 2-ാം പുസ്തകമായ പുറപ്പാട് പുസ്തകം ആരംഭിക്കുന്നത്. തൻ്റെ ജനത്തിൻ്റെ കഷ്ടതയിൽ നിന്നും അവരെ വിടുവിക്കുവാൻ മോശയെ ദൈവം എഴുന്നേൽപ്പിച്ചു. അവരെ പീഡിപ്പിക്കുന്നവന്റെ കൊട്ടാരത്തിൽ തന്നെ മോശയെ വളർത്തി അഭ്യസിപ്പിച്ചു. തുടർന്നുണ്ടായ സംഭവങ്ങൾ എല്ലാം വളരെ പരിചിതമാണല്ലോ. ദൈവത്തിൻ്റെ പ്രത്യേക പരിശീലന കളരിയിൽ നിന്നും ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്ന മോശയ്ക്ക് ഏതാണ്ട് 80 വയസ്സ് പ്രായമുണ്ട്. ഈജിപ്തിൻ്റെ രാജാവായിരുന്നു എന്നതിലുപരിയായി ഫറവോനെ കുറിച്ച് ചില കാര്യങ്ങൾ കൂടെ നമ്മുടെ പഠനത്തോടനുബന്ധിച്ച് നമ്മൾ അറിഞ്ഞിരുന്നാൽ നല്ലതാണ്. ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേലിനെ ദൈവത്തെ ആരാധിക്കുന്നതിൽ നിന്നും തടഞ്ഞ് അടിമത്വത്തിൽ നിർത്തുവാനായിരുന്നുവല്ലോ ഫറവോന്റെ ശ്രമം. ഇപ്രകാരം മനുഷ്യരെ ദൈവത്തെ അറിയുന്നതിൽ നിന്നും ആരാധിക്കുന്നതിൽ നിന്നും തടഞ്ഞ് അടിമത്വത്തിൽ നിർത്തുവാൻ ശ്രമിക്കുന്നത് യഥാർത്ഥത്തിൽ ആരാണ്? അതെ, പിശാച് തന്നെ. ഈ പിശാചിന്റെ ഒരു നിഴലായി അവിടെ ഫറവോനെ നമുക്ക് കാണുവാൻ കഴിയും. ഫറവോന്റെ കയ്യിൽ നിന്നും തൻ്റെ ജനത്തെ വിടുവിക്കുവാൻ ദൈവം ഭയങ്കരമായ ബാധകളെ അയക്കുവാനിടയായി. അതിൽ അവസാനത്തേത് അതിഭയങ്കരമായിരുന്നു. മിസ്രൈമിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും എല്ലാ കടിഞ്ഞൂലും സംഹരിക്കപ്പെട്ടു. എന്നാൽ ഇതൊന്നും ഇസ്രായേലിനെ ബാധിച്ചില്ല. ദൈവം അവരെ സംരക്ഷിച്ചു. അവസാനത്തെ ബാധ അയക്കുന്നതിന് മുമ്പായി കുഞ്ഞാടിന്റെ രക്തം ഇസ്രായേൽ മക്കളുടെ ഭവനങ്ങളുടെ കട്ടിലക്കാലിന്മേലും കുറുമ്പടിമേലും തേക്കുവാൻ ദൈവം കൽപ്പിച്ചു. അവർ അതനുസരിച്ചതിനാൽ മിസ്രൈമിൽ നടന്ന സംഹാരം ഇസ്രായേൽ മക്കളുടെ സ്വാതന്ത്ര്യത്തിന് കാരണമായി. ഇവിടെ അറുക്കപ്പെട്ട പെസഹ കുഞ്ഞാട് യേശു കർത്താവിന്റെ നിഴലാണല്ലോ. ലോകത്തോടുകൂടെ നാം നശിക്കാതിരിക്കുവാൻ, നമ്മെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുവാൻ യേശു കർത്താവ് നമുക്ക് വേണ്ടി അറുക്കപ്പെട്ടു. അവന്റെ രക്തത്താൽ നാം വിടുതൽ പ്രാപിച്ചു. അങ്ങനെയെങ്കിൽ
നമുക്ക് യേശു കർത്താവിൽ കൂടെ ലഭിച്ച വിടുതലിന് ഒരു നിഴലായിരുന്നുവല്ലോ അന്നത്തെ ഇസ്രായേൽ മക്കളുടെ വിടുതൽ. സ്പഷ്ടമായും അങ്ങനെ തന്നെ. നാം ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം ഏറ്റിരിക്കുന്നുവെന്ന് ഗലാത്യർ 3:27 കാണുന്നത് പോലെ അവർ മോശയോട് ചേരുവാൻ സ്നാനമേറ്റതായി നാം വായിച്ചുവല്ലോ. അവർ ആത്മീയ ആഹാരം തിന്നുകയും ആത്മീക പാനീയം കുടിക്കുകയും ചെയ്തതുപോലെ നാമും ഇന്ന് ആത്മീയാഹാരം തിന്നുകയും ആത്മീയ പാനീയം കുടിക്കുകയും ചെയ്യുന്നു. എന്നാൽ തുടർന്ന് നാം ദൈവവചനത്തിൽ വായിക്കുന്നത്, എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല, അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. അതെ, മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടവരിൽ വാഗ്ദത്ത ദേശമായ കനാൻ കണ്ടത് വെറും 2 പേർ മാത്രം. അങ്ങനെയെങ്കിൽ വാഗ്ദത്ത ദേശമായ കനാൻ നമ്മെ സംബന്ധിച്ചും എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് മുൻപോട്ട് പോകാം. കനാൻ എന്നത് സ്വർഗത്തിൻ്റെ നിഴലാണ് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. എന്നാൽ അത് ശരിയായിരിക്കുമോ? ഇസ്രായേൽ മക്കൾ കനാനിൽ പ്രവേശിച്ച ശേഷം പ്രധാനമായും അവർ യുദ്ധം ചെയ്ത് ദേശം പിടിച്ചെടുക്കുകയായിരുന്നുവല്ലോ. ആ ദേശം ഇസ്രായേൽ മക്കൾക്ക് ദൈവം വാഗ്ദത്തം ചെയ്തതാണ്. എന്നിരുന്നാലും അവർ യുദ്ധം ചെയ്ത് പിടിച്ചെടുക്കേണ്ടത് ആവശ്യമായിരുന്നു. ചോദ്യം: സ്വർഗത്തിൽ ചെന്നാൽ നമുക്ക് യുദ്ധമുണ്ടോ? ഇല്ലല്ലോ. യോശുവയുടെയും ന്യായാധിപന്മാരുടെയും പുസ്തകം നാം പഠിക്കുമ്പോൾ കനാൻ സ്വർഗത്തിന്റെ നിഴൽ അല്ല എന്ന് സ്പഷ്ടമാകും. അങ്ങനെയെങ്കിൽ എന്താണ് കനാൻ? ദൈവവചനത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ ശ്രമിക്കാം. ശ്രദ്ധിക്കണേ, ദൈവം നമുക്കായി വാഗ്ദത്തം ചെയ്തതും എന്നാൽ ഇപ്പോൾ ശത്രുവിന്റെ അധീനതയിൽ ഉള്ളതുമായ സ്ഥലം എന്ന് കനാനിനെ കുറിച്ച് പറയാമല്ലോ. ഇസ്രായേൽ മക്കൾക്ക് ദൈവം വാഗ്ദത്തം ചെയ്തത് പാലും തേനും ഒഴുകുന്നതും അവർ പണിയാത്ത വീടുകളും നട്ടുവളർത്താത്ത തോട്ടങ്ങൾ ഉള്ളതുമായ ഒരു ദേശമായിരുന്നു. പുതിയ നിയമ വിശ്വാസികളായ നമുക്ക് വാഗ്ദത്തമായി കിട്ടുന്ന കനാൻ എപ്രകാരമുള്ളതായിരിക്കും? ചിന്തിക്കാം. ഉയർത്തെഴുന്നേറ്റതിന് ശേഷം സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് യേശു തൻ്റെ ശിഷ്യന്മാരോട് കൽപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കൽപ്പനയാണല്ലോ നമ്മൾ മത്തായി 28:19-20 വാക്യങ്ങളിൽ കാണുന്നത്. ഈ കൽപ്പനയെ ദ ഗ്രേറ്റ് കമ്മീഷൻ എന്ന് നാം പറയാറുണ്ട്. അത് അനുസരിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. സ്വർഗീയ പിതാവായ ദൈവം യേശു ക്രിസ്തുവിൽ കൂടെ നമ്മെ വിടുവിച്ചു. എന്നാൽ ഈ വിടുതലിന്റെ സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും അവരെ യേശുവിന്റെ ശിഷ്യത്വത്തിലേക്ക് നയിക്കുവാനും ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവം നമുക്ക് തരുന്ന വാഗ്ദത്തങ്ങൾ ഈ കർത്തവ്യ നിർവഹണത്തിന് നമ്മെ സഹായിക്കുന്നതായിരിക്കും. ഞാൻ സ്നാനപ്പെട്ടതിൻ്റെ അടുത്ത വർഷം ഒരു മീറ്റിംഗിൽ സംബന്ധിക്കുകയായിരുന്നു. അന്ന് വചന ശുശ്രൂഷ ചെയ്തിരുന്ന ദൈവദാസൻ കൂടിയിരുന്ന ജനത്തോട് അവർക്ക് ലഭിച്ചിട്ടുള്ള ദൈവീക വാഗ്ദത്തങ്ങളെക്കുറിച്ച് ചോദിച്ചു. എന്നാൽ എനിക്ക് അതുവരെ ഒരു വാഗ്ദത്വവും ലഭിച്ചിട്ടില്ലായിരുന്നു. അന്ന് ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, എനിക്ക് ഇതുവരെ നീ ഒരു വാഗ്ദത്വവും തന്നിട്ടില്ലല്ലോ. പ്രൈസ് ഗോഡ്. പിന്നീട് വാഗ്ദത്തങ്ങളുടെ ഒരു ശക്തമായ ഒഴുക്ക് തന്നെയായിരുന്നു. അവയെല്ലാം തന്നെ ഒരു പുസ്തകത്തിൽ ഞാൻ എഴുതി വച്ചിരിക്കുകയാണ്. അതിൽ ചിലതെല്ലാം നിറവേറി, പലതും നിറവേറിക്കൊണ്ടിരിക്കുന്നു. ദൈവം എനിക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവയൊന്നും തന്നെ എൻ്റെ സ്വന്തം പരിശ്രമം കൊണ്ട് നേടിയെടുക്കുവാൻ കഴിയുന്നതല്ല. സ്തോത്രം. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴെ താണിരിക്കുമ്പോൾ, അനുസരണയോടെ ജീവിക്കുമ്പോൾ അവയെല്ലാം ദൈവം എനിക്ക് അവകാശമായി തരും. യേശു കർത്താവിൻ്റെ നാമം മാത്രം മഹത്വപ്പെടുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നാം പുറപ്പെട്ടു പോകുന്ന ഒരു മിസ്രൈമും നാം എത്തിച്ചേരുന്ന ഒരു കനാനുമുണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ എന്താണുള്ളത്? മരുഭൂമി. 1 കൊരിന്ത്യർ 10:5 വാക്യം ഒരിക്കൽ കൂടെ നമുക്ക് വായിക്കാം. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല, അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സ്നാനത്തിന് ശേഷം ഒരു മരുഭൂമി അനുഭവമുണ്ട്. മരുഭൂമിയിൽ വിതച്ചിട്ട് കാര്യമില്ല, ഒരു ജോലിയും ചെയ്യുവാനില്ല. എന്നാൽ ഭക്ഷിക്കുവാനും പാനം ചെയ്യുവാനുമുള്ളത്
ദൈവം ഒരുക്കിയിട്ടുണ്ട്. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിത്തൂണുമുള്ളതിനാൽ താമസം പ്രയാസമല്ല. ഒരൊറ്റ കാര്യമേ ചെയ്യുവാനുള്ളൂ. ദൈവം പഠിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നത് പഠിക്കുക. എന്താണ് ദൈവം പഠിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നത്? അനേക കൽപ്പനകൾ ദൈവം മോശെ മുഖാന്തരം ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തു. ദൈവം കൊടുത്ത കൽപ്പനകൾ എല്ലാം പ്രമാണിച്ചാൽ അവർ അനുഗ്രഹിക്കപ്പെടുമെന്ന് മാത്രമല്ല, അവരോടുകൂടെ സഞ്ചരിക്കുമെന്ന് ദൈവം അരുളി ചെയ്തു. ലേവ്യ പുസ്തകം 26 അധ്യായം 3-12 വാക്യവും 2 കൊരിന്ത്യർ 6-16-17 വാക്യവും വായിച്ചാൽ അവിടെ ഈ കാര്യം വ്യക്തമായി എഴുതിയിരിക്കുന്നത് കാണാം. ദൈവം തന്റെ ജനത്തോടുകൂടെ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. പുറപ്പാട് 25:8 ദൈവം മോശയോട് ഇപ്രകാരം പറയുന്നു: ഞാൻ അവരുടെ നടുവിൽ വസിക്കുവാൻ അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. അവർ കൽപ്പന പോലെ ദൈവത്തിന് ഒരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കി. ദൈവം പറഞ്ഞതുപോലെ തന്നെ അതുണ്ടാക്കിയതിനാൽ ദൈവ തേജസ് തിരുനിവാസത്തെ നിറച്ചു. മിസ്രൈമിൽ നിന്നും വിടുതൽ പ്രാപിച്ച് കനാനിലേക്ക് പോകുന്ന ഒരു ദൈവ പൈതലിന് ഇതുപോലെ ഒരു മരുഭൂമിയുടെ അവസ്ഥയിൽ കടന്നു പോകേണ്ടി വരും. ഈ മരുഭൂമിയിൽ വെച്ച് പല കാര്യങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. ആത്മീക ഈജിപ്തായ ഈ ലോകത്തിൽ നിന്നും ലോക വഴികളിൽ നിന്നും നാം വിട്ടുപോന്നാലും അത് നമ്മുടെ ഉള്ളിൽ നിന്ന് പോയിട്ടുണ്ടാകുകയില്ല. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ നമ്മൾ അത് കാണുന്നുണ്ടല്ലോ. ഇടയ്ക്കിടെ തങ്ങൾ വിട്ടുപോകുന്ന ഈജിപ്തിലെ ജീവിതത്തെ അവർ അയവിറക്കുകയും അവിടേക്ക് തിരിച്ചു പോകുവാൻ അവർ ആഗ്രഹിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇത് ദൈവം വെറുക്കുന്നു. നമ്മുടെ ഉള്ളിൽ നിന്നും ഈ ഈജിപ്ത് പരിപൂർണമായി മാറിയേ തീരൂ. അതോടുകൂടെ തന്നെ എങ്ങനെ തൻ്റെ സാന്നിധ്യവാഹകർ ആയിത്തീരാം എന്ന് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നു. അതിന് നാം ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായ കാര്യങ്ങളുണ്ട്. അതെല്ലാം ദൈവം തൻ്റെ വചനത്തിൽ നിന്ന് നമ്മെ പഠിപ്പിക്കും. ഇസ്രായേൽ മക്കൾ നീണ്ട 40 വർഷം മരുഭൂമിയിൽ കഴിച്ചുകൂട്ടി. എന്നാൽ അത് ഒരിക്കലും ദൈവഹിത പ്രകാരമായിരുന്നില്ല. ഇത്രയും ദീർഘവർഷങ്ങൾ അവിടെ കഴിക്കേണ്ടി വന്നതിന് കാരണക്കാർ അവർ തന്നെയായിരുന്നു. ഈ കാലത്തിനിടയിൽ ദൈവത്തെ പരീക്ഷിച്ചവരെല്ലാം മരുഭൂമിയിൽ മരിച്ചുപോയി. അവർ മരുഭൂമിയിൽ നശിച്ചു പോകുവാനുണ്ടായ 5 കാരണങ്ങൾ 1 കൊരിന്ത്യർ 10 അധ്യായം 6-10 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കണ്ടുവല്ലോ. ഇവ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിയില്ലെങ്കിൽ നമ്മുടെ ആത്മീക കനാനിലേക്ക് പ്രവേശിക്കുന്നതിന് നമുക്ക് കഴിയാതെ വരും. ഇനി ദൈവ സാന്നിധ്യ വാഹകരാകുവാൻ നാം എന്തെല്ലാം ചെയ്യേണ്ടതുണ്ടെന്ന് നോക്കാം. സ്നാനപ്പെടുന്നത് യേശുവിൻ്റെ ശിഷ്യനായിത്തീരുന്നതിൻ്റെ ആദ്യ പടിയാണെന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നിയിരുന്നു. ഒരു ശിഷ്യനുള്ള അധികാരം ദൈവവചനത്തിൽ കണ്ടപ്പോൾ അതൊന്ന് പ്രയോഗിച്ചു നോക്കുവാൻ തന്നെ തീരുമാനിച്ചു. എന്നാൽ ആ ശ്രമങ്ങൾക്ക് നിരാശയായിരുന്നു ഫലം, കൂടാതെ ചില തിരിച്ചടികളും. എന്താണ് കുഴപ്പമെന്ന് ആദ്യം എനിക്ക് മനസ്സിലായില്ല. ഞാൻ യേശുവിനോട് ചേർന്നതല്ലേ, യേശുവിൻ്റെ ശിഷ്യനല്ലേ, എനിക്ക് അധികാരമില്ലേ? ഇങ്ങനെ പല ചോദ്യങ്ങൾ എൻ്റെ മനസ്സിൽ ഉയർന്നു വന്നു. എന്നാൽ പിന്നീട് കാര്യം എന്താണെന്ന് ദൈവം എനിക്ക് മനസ്സിലാക്കി തന്നു. സ്തോത്രം. കൊലോസ്യർ 2:6-7 വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്കായി വായിക്കാം. കൊലോസ്യർ 2:6-7 വാക്യങ്ങൾ. ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പിൻ. അവനിൽ വേരൂന്നിയും ആത്മീക വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിന് ഒത്തവണ്ണം വിശ്വാസത്താൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിപ്പിൻ. എങ്ങനെയാണ് കൂട്ടായ്മയിൽ നടക്കുന്നത്? അതിനായി നാം എന്തു ചെയ്യണം? ചിന്തിക്കാം. യോഹന്നാൻ 1:1, ഗലാത്യർ 3:27, യോഹന്നാൻ 15:7, ആവർത്തനം 11:18-19. ഈ വാക്യങ്ങൾ ചേർത്ത് ചിന്തിക്കുമ്പോൾ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം നമുക്ക് വ്യക്തമാകും. അതെന്താണെന്നോ, നമ്മൾ എപ്പോഴും ദൈവവചനത്തിൽ മുങ്ങിയിരിക്കണം. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ,
നമ്മൾ ദൈവവചനത്തിലും ദൈവവചനം നമ്മളിലും ആയിരിക്കണം. അങ്ങനെയുള്ളവരെയാണ് ദൈവം ശക്തമായി എടുത്തുപയോഗിച്ചിട്ടുള്ളത്. നമ്മുടെ ആത്മീക മനുഷ്യന്റെ വളർച്ചയ്ക്ക് ആത്മീയ ഭക്ഷണമായ ദൈവവചനം കൂടിയേ തീരൂ. അതുപോലെ തന്നെ ചെയ്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് പ്രാർത്ഥന. പ്രാർത്ഥന അത്യാവശ്യമാണെന്ന് അറിയാമെങ്കിലും പല ദൈവമക്കളും വേണ്ടവണ്ണം പ്രാർത്ഥിക്കാറില്ല. ശത്രുവിൻ്റെ പദ്ധതികൾ പൊളിയണമെങ്കിൽ, അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ ദൈവമക്കൾ പ്രാർത്ഥിക്കണം. മത്തായി 7:7 സുപരിചിതമാണല്ലോ. യാചിപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും. നമുക്ക് വേണ്ടതെന്താണെന്ന് ദൈവത്തോട് നാം പറയണം. മേൽപ്പറഞ്ഞ 2 കാര്യങ്ങൾ പോലെ തന്നെ പ്രധാനപ്പെട്ടതും ഓരോ ദൈവ പൈതലും വ്യക്തിപരമായി ചെയ്യേണ്ടതും എന്നാൽ കൂടിവരവുകളിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നതുമായ ഒരു കാര്യമാണ് ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത്. നമ്മൾ ആരാധിക്കുമ്പോൾ അവിടെ ദൈവ സാന്നിധ്യം ഇറങ്ങും. ബന്ധനങ്ങൾ തകരും. നമ്മുടെ ശത്രുക്കളോട് ദൈവം യുദ്ധം ചെയ്യും. സമയക്കുറവ് മൂലം മേൽപ്പറഞ്ഞ 3 വിഷയങ്ങളിലും ഒരു വിശദമായ പഠനത്തിന് ഇപ്പോൾ മുതിരുന്നില്ല. നമ്മുടെ പ്രധാന വിഷയം അതല്ലല്ലോ. എന്നാൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഈ 3 കാര്യങ്ങൾ ചെയ്യുവാൻ നാം വിശ്വസ്തരാകുകയും പൂർണ്ണ സമർപ്പണത്തോടെ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും ചെയ്താൽ നമ്മൾ എത്തേണ്ടിടത്ത് ദൈവം നമ്മെ എത്തിക്കും. പ്രൈസ് ഗാഡ്. വാഗ്ദത്തത്തിലേക്കുള്ള നമ്മുടെ യാത്രയിലേക്ക് നമുക്ക് തിരിച്ചു വരാം. വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, മകനെ, നീ ഇപ്പോൾ കാദേശിലാണ്, ശ്രദ്ധിക്കുക. അന്ന് ദൈവനാമത്തിനായി ചില ചുവടുകൾ എടുക്കുവാൻ ഞാൻ പേടിച്ച് നിന്നിരുന്ന സമയമായിരുന്നു. ഖാദേശിൽ ഇസ്രായേൽ മക്കൾക്ക് എന്ത് സംഭവിച്ചുവെന്ന് സംഖ്യാപുസ്തകം 13-14 അധ്യായങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. അവിടെ വെച്ച് തങ്ങൾക്കായി വാഗ്ദത്തം ചെയ്ത ദേശം ഒറ്റുനോക്കുവാൻ ദൈവകൽപ്പന പ്രകാരം മോശ 12 പേരെ തിരഞ്ഞെടുത്തയച്ചു. അവർ ഒറ്റുനോക്കിയ ശേഷം മടങ്ങി വന്നു. യോശുവയും കാലേബും ഒഴിച്ച് ബാക്കി 10 പേരും കനാൻ ദേശം അവർക്ക് പിടിച്ചടക്കുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു. യഹോവ നമ്മിൽ പ്രസാദിക്കുന്നുവെങ്കിൽ അവൻ നമ്മെ പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തേക്ക് കൊണ്ടുചെന്ന് നമുക്കത് തരും എന്ന് പറഞ്ഞ യോശുവയുടെയും കാലേബിന്റെയും വാക്കിനേക്കാൾ മറ്റ് 10 പേരുടെയും വാക്കുകൾ ജനം ശ്രദ്ധിക്കുകയും പിറുപിറുക്കുകയും ചെയ്തു. തുടർന്ന് നാം വായിക്കുമ്പോൾ കാണുന്നത് ഈ പിറുപിറുത്തവരെല്ലാം മരുഭൂമിയിൽ പട്ടുപോകുന്നതാണ്. അവരിൽ യോശുവയും കാലേബും മാത്രം അവരെ വാഗ്ദത്ത ദേശത്ത് പ്രവേശിച്ചു. പ്രിയ ദൈവ പൈതലേ, നമുക്ക് ദൈവം തരുന്ന വാഗ്ദത്തങ്ങൾ ഒന്നും തന്നെ നമ്മുടെ സ്വന്തം കഴിവിൽ എത്തിച്ചേരുവാൻ കഴിയുന്നതല്ല. യോഹന്നാൻ 15:5 അവസാന ഭാഗത്ത് ഇങ്ങനെ വായിക്കുന്നു, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിക്കുകയും അനുസരിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ലഭിച്ച വാഗ്ദത്തങ്ങളിൽ നമുക്ക് എത്തിച്ചേരുവാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ദൈവമക്കൾ തങ്ങളുടെ വാഗ്ദത്തങ്ങൾ അവകാശമാക്കുമ്പോൾ അവരിൽ കൂടെ ദൈവനാമം മഹത്വപ്പെടും. ഹല്ലേലൂയ. 40 വർഷം കൊണ്ട് ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടവരിൽ ദൈവിക വഴികളെയും വാഗ്ദത്തങ്ങളെയും അവിശ്വാസത്താൽ സംശയിച്ചവർ എല്ലാം തന്നെ മരുഭൂമിയിൽ വീണുപോയി. അതിനുശേഷം അവരോട് പുറപ്പെട്ട് യോർദാൻ കടക്കുവാനും അവരെ വാഗ്ദത്ത ദേശം കൈവശമാക്കുവാനും ദൈവം കൽപ്പിക്കുന്നത് യോശുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ രൂബേന്യരും ഗാദ്യരും മനശ്ശെയുടെ പാതി ഗോത്രവും യോർദാന് ഇക്കരെയുള്ള ദേശം കണ്ട് അതിൽ തൃപ്തിപ്പെടുകയും അത് അവർക്ക് അവകാശമായി ചോദിക്കുകയും ചെയ്തു. സംഖ്യാപുസ്തകം 32-ാം അധ്യായം വായിക്കുമ്പോൾ അവർ മോശയോട് ഈ ആവശ്യം ഉന്നയിക്കുന്നത് കാണാം. ഇത് പിന്നീട് പല പ്രശ്നങ്ങൾക്കും വഴിതെളിച്ചു. നമ്മുടെ വാഗ്ദത്തത്തിലേക്ക് നാം ലക്ഷ്യം വെച്ച് പോകുമ്പോൾ വഴിയിലെങ്ങും തങ്ങുവാൻ ഇടവരരുത്. ഇസ്രായേൽ മക്കൾ തങ്ങളുടെ യാത്രയിൽ ആദ്യമായി നേരിട്ട തടസ്സം ചെങ്കടലായിരുന്നുവല്ലോ.
അവിടെ വെച്ച് മോശയോട് അവന്റെ വടിയെടുത്ത് കൈ കടലിന്മേൽ നീട്ടി അതിനെ വിഭാഗിക്കുവാൻ ദൈവം കൽപ്പിച്ചു. അവർ അതിന്റെ നടുവിൽ കൂടെ കടന്നുപോയി. എന്നാൽ മരുഭൂമിയിൽ നിന്ന് കനാനിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി രണ്ടാമത്തെ തടസ്സമായി യോർദാൻ നിന്നിരുന്നു. പക്ഷേ യോർദാൻ അവർ കടന്നത് തികച്ചും വ്യത്യസ്തമായ രീതിയിലായിരുന്നു. ദൈവം അവരോട് കൽപ്പിച്ചതുപോലെ യഹോവയുടെ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ കാൽ വെള്ളത്തിന്റെ വക്കത്ത് മുങ്ങിയപ്പോൾ മേൽവെള്ളത്തിന്റെ ഒഴുക്ക് നിന്നു. വെള്ളം ചിറ പോലെ പൊങ്ങി ജനം ഉണങ്ങിയ നിലത്തുകൂടെ അക്കരെ കടന്നു. നമ്മുടെ വാഗ്ദത്തത്തിലേക്കുള്ള പ്രയാണത്തിൽ ഇതുപോലെ തടസ്സങ്ങൾ നേരിടാം. എന്നാൽ നമ്മൾ ദൈവസാന്നിധ്യം വഹിക്കുന്നവരാണെങ്കിൽ തടസ്സങ്ങൾക്ക് നമ്മുടെ മുമ്പിൽ നിൽക്കുവാൻ കഴിയുകയില്ല. അവ മാറിപ്പോയേ തീരൂ. ഹല്ലേലൂയ. അങ്ങനെ ദൈവജനം വാഗ്ദത്ത ദേശത്ത് പ്രവേശിച്ചു. ഓരോ പട്ടണങ്ങൾ പിടിച്ചെടുക്കുവാൻ ആരംഭിച്ചു. ആദ്യമായി അവർ പിടിച്ചടക്കിയത് യെരിഹോ പട്ടണമായിരുന്നു. എപ്രകാരം അവർക്കത് സാധിച്ചുവെന്ന് യോശുവയുടെ പുസ്തകത്തിൽ നാം വായിക്കുന്നു. ദൈവത്തിൻ്റെ അഭിഷിക്തനാണെങ്കിൽ അവൻ്റെ മുമ്പാകെ ഏത് ബലമുള്ള ശത്രുവിൻ്റെ കോട്ടയും ദൈവമഹത്വത്തിനായി തകർന്നു പോകും. എന്നാൽ ഹായ് പട്ടണം പിടിച്ചെടുക്കുവാൻ ശ്രമിച്ചപ്പോൾ അവർക്ക് വലിയ പരാജയം നേരിടേണ്ടി വന്നു. യോശുവയുടെ പുസ്തകം 7-ാം അധ്യായത്തിൽ അതിൻ്റെ കാരണം പരിശുദ്ധാത്മാവ് വ്യക്തമാക്കിയിട്ടുണ്ട്. അവരിൽ ഒരുത്തനായ ആഖാൻ ശബദാർപ്പിത വസ്തുക്കളിൽ ചിലതെടുത്ത് മറച്ചുവെച്ചതിനാൽ പാപം ചെയ്തു. ഇതിനാൽ അവർ ശാപഗ്രസ്തരായി തീർന്നതുകൊണ്ട് അവർക്ക് ശത്രുക്കളുടെ മുമ്പിൽ നിൽപ്പാൻ കഴിഞ്ഞില്ല. ശാപം നിങ്ങളുടെ ഇടയിൽ നിന്നും നീക്കാതിരുന്നാൽ ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കയില്ല എന്ന് ദൈവം യോശുവയോട് പറഞ്ഞു. ദൈവമാണ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. യോശുവയുടെ പുസ്തകം 10-ാം അധ്യായം 42-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: ഈ രാജാക്കന്മാരെയൊക്കെയും അവരുടെ ദേശത്തെയും യോശുവ ഒരേ സമയത്ത് പിടിച്ചു. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയായിരുന്നു ഇസ്രായേലിനു വേണ്ടി യുദ്ധം ചെയ്തത്. അതെ, നമ്മുടെ വാഗ്ദത്തങ്ങൾ ശത്രുവിന്റെ കയ്യിൽ നിന്നും നാം പിടിച്ചെടുക്കുമ്പോൾ യഥാർത്ഥമായി ദൈവമാണ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. ഇസ്രായേൽ മക്കൾക്ക് അവിടെ സംഭവിച്ചത് നമുക്ക് വരാതിരിക്കണമെങ്കിൽ ശത്രുവിൻ്റെതായ യാതൊന്നും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കരുത്. വിശുദ്ധിയോടെ ദൈവസന്നിധിയിൽ നിൽക്കാമെങ്കിൽ നാം ഒരിക്കലും ശത്രുവിനെ പുറം കാട്ടേണ്ടി വരികയില്ല. പ്രൈസ് ഗാഡ്. കനാൻ ദേശനിവാസികളുമായി ഉടമ്പടി ചെയ്യരുതെന്നും അവരെ പരിപൂർണമായി നശിപ്പിച്ചു കളയണമെന്നും ദൈവം ഇസ്രായേൽ മക്കളോട് കൽപ്പിച്ചിരുന്നു. പക്ഷേ അവർ ദൈവത്തോട് ആലോചന ചോദിക്കാത്തതിനാൽ ഗിബെയോൻ നിവാസികളായ ഹിവ്യരുടെ ചതിയിലാവപ്പെടുകയും അവരുമായി ഉടമ്പടിയിൽ ഏർപ്പെടുകയും ചെയ്തു. നമ്മുടെ വാഗ്ദത്തം നമുക്ക് മാത്രമുള്ളതാണ്. അത് ശത്രുവുമായി നാം ഒരിക്കലും പങ്കുവെക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. യുദ്ധം ചെയ്ത് പിടിച്ചടക്കാതെ വാഗ്ദത്തത്തിന്റെ കുറച്ചു ഭാഗം കൊണ്ട് തൃപ്തിപ്പെട്ടാൽ ബാക്കി ഭാഗം ശത്രുവിന്റെ കയ്യിലിരിക്കും. അതിനൊരിക്കലും ഇടവരരുത്. ഇസ്രായേൽ മക്കൾക്ക് അതൊരു കെണിയായിത്തീർന്നു എന്ന് നാം ദൈവവചനത്തിൽ വായിക്കുന്നു. നമുക്കുള്ള വാഗ്ദത്തം പൂർണ്ണമായി നാം പിടിച്ചടക്കുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മുടെ വാഗ്ദത്തങ്ങൾ പരിപൂർണമായി പിടിച്ചടക്കുവാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? അതിനായി ദൈവം നമ്മെ അനുവദിക്കാത്തത് എന്താണ്? പലപ്പോഴും ഈ ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ വരുവാൻ സാധ്യതയുണ്ട്. ഇന്ന് ദൈവിക ശുശ്രൂഷയിൽ ശക്തമായി ഉപയോഗിക്കപ്പെടുന്ന പല ദൈവദാസന്മാരുടെയും മിനിസ്ട്രിയെക്കുറിച്ച് പഠിച്ചാൽ അവർ പടർന്ന് പന്തലിച്ച് ഇന്നത്തെ അവസ്ഥയിലെത്തുവാൻ ഏതാണ്ട് 30 വർഷത്തിനു മീതെ എടുത്തതായി കാണുവാൻ കഴിയും. എന്തുകൊണ്ടാണ് ഇത്രയും സമയം ദൈവം അനുവദിക്കുന്നത്? ദൈവവചനത്തിൽ നിന്ന് തന്നെ അതിൻ്റെ ഉത്തരം ലഭിക്കും. വായിക്കാം. ആവർത്തന പുസ്തകം 7-ാം അധ്യായം 22-ാം വാക്യം. ആവർത്തനം 7:22. ആ ജാതികളെ നിന്റെ ദൈവമായ യഹോവ കുറേശ്ശെ കുറേശ്ശെയായി നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയും. കാട്ടുമൃഗങ്ങൾ പെരുകി നിനക്ക് ഉപദ്രവമാകാതിരിക്കുവാൻ അവരെ ക്ഷണത്തിൽ നശിപ്പിച്ചുകൂടാ. പെട്ടെന്ന് ശത്രുവിനെ പരിപൂർണമായി നീക്കി നമ്മുടെ വാഗ്ദത്തം മുഴുവനായി തന്നാൽ അതിനെ കൈകാര്യം ചെയ്യുവാനോ പരിപാലിക്കുവാനോ നമുക്ക് കഴിയുകയില്ല.
നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്നതാണ് ദൈവം നമുക്ക് തരുന്നത്. നമ്മൾ വളരുന്നതിനനുസരിച്ച് നമ്മുടെ അതിർ ദൈവം വിശാലമാക്കും. അപ്രകാരം ദൈവം തരുന്ന എല്ലാ വാഗ്ദത്തങ്ങളും പരിപൂർണമായി പ്രാപിച്ചെടുക്കുവാൻ നമുക്കെല്ലാവർക്കും ഇടവരട്ടെ. നമ്മിൽ കൂടെ ദൈവനാമം മഹത്വപ്പെടട്ടെ. സമയപരിധിക്കുള്ളിൽ ഈ വിഷയത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഒരുമിച്ച് ചിന്തിക്കുവാൻ കഴിഞ്ഞുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ കേൾക്കുന്ന ആരെങ്കിലും യേശുവിനെ തങ്ങളുടെ രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ എന്നോട് ചേർന്ന് പൂർണ്ണ ഹൃദയത്തോടെ ഒന്ന് പ്രാർത്ഥിക്കാമോ? യേശുവേ, ഞാൻ പാപിയാണെന്ന് സമ്മതിക്കുന്നു. എന്നോട് ക്ഷമിക്കണമേ. അങ്ങ് ദൈവപുത്രൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങ് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ സകല പാപങ്ങളെയും അവിടുത്തെ രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കണമേ. എന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കി തീർക്കണമേ. എൻ്റെ ഉള്ളിൽ വസിക്കണമേ. യേശുവേ, അങ്ങേ ഞാൻ ഇന്ന് എൻ്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നു. അങ്ങയ്ക്കായി ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ. ആമേൻ. നിങ്ങൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചെങ്കിൽ, ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ എനിക്കെഴുതുവാൻ താമസിക്കരുതേ. എൻ്റെ വിലാസം ബ്രദർ ജസ്റ്റിൻ കോശി, പോസ്റ്റ് ബോക്സ് നമ്പർ 221, തൃശ്ശൂർ 1. വിലാസം ഒരിക്കൽ കൂടെ പറയട്ടെ. ബ്രദർ ജസ്റ്റിൻ കോശി, പോസ്റ്റ് ബോക്സ് നമ്പർ 221, തൃശ്ശൂർ 1. God bless you.